വയനാടോ റായ്ബറേലിയോ രാഹുൽ ഏതുപേക്ഷിക്കും? വയനാടിനും റായ്ബറേലിക്കും ഒരുപോലെ സന്തോഷകരമായ തീരുമാനമെടുക്കുമെന്ന് രാഹുൽ. ആ സന്തോഷത്തിന്റെ പേരോ പ്രിയങ്ക. സുബിഷ, രാഹുൽ എന്തായാലും ഇന്ന് വയനാട്ടിൽ വന്നു. അവിടുത്തെ വോട്ടർമാരെ അണികളെയൊക്കെ കണ്ടു നന്ദി പറഞ്ഞു. അവിടെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, വയനാട് തുടരണോ അതോ റായ്ബറേലി വേണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു ധർമ്മസങ്കടം തനിക്കുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ രാഹുൽ പറയുമ്പോഴും നമുക്കൊക്കെ ഏതാണ്ട് ഉറപ്പാണ് റായ്ബറേലി തന്നെയാണ് രാഹുൽ തിരഞ്ഞെടുക്കുക. വയനാട് ഉപേക്ഷിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം നമുക്കറിയാം, ഉത്തരേന്ത്യയിൽ കോൺഗ്രസിന് അനുകൂലമായ ഒരു രാഷ്ട്രീയമായ ഒരു മാറ്റം അവിടെ ഉണ്ടായി വരുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ നിന്നും ജയിച്ചിട്ട് ആ മണ്ഡലം ഒരിക്കലും രാഹുൽ ഉപേക്ഷിക്കില്ല. അത് രാഷ്ട്രീയമായി അവർക്ക് വലിയ തിരിച്ചടി ഉണ്ടാവുന്ന സാഹചര്യമുണ്ടാവും. പ്രത്യേകിച്ച് അവിടെ ഒരുപക്ഷെ ഒപ്പമുള്ള അഖിലേഷ് വരെ രാഹുലിനോട് ഉടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കും. കാരണം രാഹുലിനെ അവിടെ അമേഠിയിൽ കഴിഞ്ഞ തവണ തോറ്റതിന് ശേഷം വയനാട്ടിൽ കഴിഞ്ഞ തവണ ഇവിടെ വന്ന് മത്സരിക്കുന്ന സാഹചര്യമുണ്ടായി. ഇത്തവണയും വയനാട്ടിൽ തന്നെ റായ്ബറേലിയിൽ മത്സരിച്ചേക്കില്ല എന്നുള്ളതായിരുന്നു അവസാന ഘട്ടം വരെ ഉണ്ടായിരുന്നത്. അവസാന നിമിഷമാണ് അദ്ദേഹം അവിടെ മത്സരിക്കാൻ തീരുമാനിക്കുന്നത്. പക്ഷേ ജനങ്ങൾ അവിടെ വലിയ വിജയം രാഹുലിന് തരികയും ചെയ്തു. രാഹുലിന് മാത്രമല്ല, കോൺഗ്രസിനും വലിയ നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. ഇന്ത്യ സഖ്യത്തിന് പൊതുവിൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും അവിടെ നിന്ന് ആ മണ്ഡലത്തെ ഉപേക്ഷിക്കാൻ രാഹുൽ തയ്യാറാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അവിടെയാണ് പ്രിയങ്ക ഗാന്ധി എന്നുള്ളൊരു സാധ്യത വയനാട് ഇപ്പോൾ UDF പരിഗണിക്കുന്ന, അല്ലെങ്കിൽ കോൺഗ്രസ് പരിഗണിക്കുന്നത്. ഇപ്പോൾ ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ വയനാട് ഉപേക്ഷിച്ചു എന്നൊരു സാഹചര്യം ഉണ്ടായാലും ഇവിടുത്തെ CPM-ന്റെ ആളുകൾ അല്ലെങ്കിൽ CPM പ്രവർത്തകർ രാഹുൽ വയനാടിനെ ഉപേക്ഷിച്ചു എന്ന് പറയുന്നത് UDF-ന് വലിയ പരിക്കൊന്നും ഏൽക്കില്ല. പക്ഷേ ഉത്തരേന്ത്യയിൽ അതല്ല സാഹചര്യം. അതുകൊണ്ട് തന്നെ പ്രിയങ്ക എന്നുള്ളൊരു സാധ്യതയെ അവർ തേടുന്നു. അങ്ങനെ രാഹുലിന് പകരം പ്രിയങ്ക വരുന്ന ഒരു സാഹചര്യത്തിൽ അത് എങ്ങനെ ഇവിടെ വർക്കൗട്ട് ആവുമെന്നുള്ളൊരു കാര്യത്തിൽ ഏതൊക്കെ സാധ്യതകളാണ് അതിലുള്ളത്? ഇപ്പോൾ അമൽ ചോദിച്ചതിൻ്റെ ചുരുക്കം, രാഹുലിന് പകരം വയനാട്ടിലേക്ക് പ്രിയങ്ക വരുമോ, അല്ലെങ്കിൽ കുറെ കൂടി വിപുലമായ അർത്ഥത്തിൽ, കുറെ കൂടി ആഴമേറിയ അർത്ഥത്തിൽ രാഹുലിന് പകരമാകുമോ പ്രിയങ്ക എന്നതാണ്. ആ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് ഞാൻ വരാം. ഇവിടെ അമൽ, അതീവ ഗൗരവമുള്ള മുഖങ്ങളെ, അതല്ലെങ്കിൽ തങ്ങളെ ആരാണോ തിരഞ്ഞെടുത്ത് പാർലമെൻറ്റിലേക്ക് അല്ലെങ്കിൽ നിയമസഭയിലേക്ക് അയച്ചത്, ആ ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാത്ത, അവരുടെ ചോദ്യങ്ങളോട് മുഖം തിരിക്കുന്ന, അതല്ലെങ്കിൽ അവരോട് ധാർഷ്ട്യത്തോടെ മാത്രം പ്രതികരിക്കുന്ന ഭരണാധികാരികളെ ജനങ്ങൾ വെറുത്തു തുടങ്ങി എന്നുള്ളതാണ് 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ബാക്കി പത്രം. ലളിതമായി പറഞ്ഞാൽ, ഇപ്പോൾ നോക്കൂ, നരേന്ദ്രമോദിയെ തന്നെ എടുക്കാം. നരേന്ദ്രമോദി ആയിരുന്നു 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ 1ാം ഘട്ടം വരേക്കും തെരഞ്ഞെടുപ്പ് വിപണിയിൽ ഏറ്റവും വിപണി മൂല്യമുള്ള ബ്രാൻഡ്. BJPയുടെ ബ്രാൻഡ് മോദി ബ്രാൻഡ് ആയിരുന്നു. BJPയുടെ ഒരേ ഒരു താരപ്രചാരകൻ എന്ന് പറയുന്നത് നരേന്ദ്രമോദിയായിരുന്നു. നരേന്ദ്രമോദി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ എൻ്റെയൊക്കെ മനസ്സിൽ ആദ്യം വരുന്ന വിഷ്വൽ, ഈ ചെങ്കോൽ പ്രതിഷ്ഠയ്ക്ക് പാർലമെൻറ്റിലേക്ക് നിരവധി പുരോഹിതരുടെ അകമ്പടിയോടുകൂടി കടന്നു വരുന്ന ഒരു ഭരണാധികാരിയെ ആണ്. രണ്ടാമത്തേത് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ, അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ യജമാനൻ്റെ റോളിൽ വിഹരിക്കുന്ന നരേന്ദ്രമോദിയെ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ വിഷ്വലുകൾ ആണ്. തനിക്ക് ഇഷ്ടപ്പെട്ട ചോദ്യങ്ങളോട് മാത്രം, അമലിനറിയാമല്ലോ, വാർത്താ സമ്മേളനം നടത്താറില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് അദ്ദേഹം പല മാധ്യമങ്ങൾക്കും അഭിമുഖങ്ങൾ നൽകി. അതെങ്ങനെയാണ്? ചോദ്യങ്ങൾ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതാണ്. തനിക്കിഷ്ടപ്പെട്ട ചോദ്യങ്ങൾ തൻ്റെ അനുമതിയോടുകൂടി ആ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു. തനിക്ക് ഹിതകരമായ ചോദ്യങ്ങൾക്ക് നരേന്ദ്രമോദി മറുപടി നൽകുന്നു. അത് ടെലികാസ്റ്റ് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യപ്പെടുന്നു. ഇതാണ് നരേന്ദ്രമോദി. ഇപ്പോൾ എന്നിട്ടോ ആ ബ്രാൻഡിന് എന്ത് സംഭവിച്ചു? ആ ബ്രാൻഡ് അയോധ്യയിൽ പോലും വിറ്റുപോയില്ല എന്നുള്ളത് നമുക്കറിയാം. അതാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ഇപ്പോൾ പ്രചാരണം അവസാനിച്ചു, വോട്ടെണ്ണൽ അവസാനിച്ചു, മുഴുവൻ മണ്ഡലങ്ങളിലെയും റിസൾട്ട് വന്നു. 3ാം തവണയും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി അധികാരമേറ്റു. ഈ സമയത്ത് നമ്മൾ ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സൂക്ഷ്മമായി വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ചിത്രം, നമുക്ക് ലഭിക്കുന്ന ആത്യന്തികമായ റിസൾട്ട് മോദി ബ്രാൻഡ് വിറ്റുപോയില്ല എന്നുള്ളതാണ്. കേരളത്തിലേക്ക് വരാം. പിണറായി വിജയൻ്റെ കാര്യമെടുക്കാം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് സ്വർണ്ണക്കടത്ത് കേസ് ഇവിടെ വലിയ തരംഗമാകുന്നു. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുകളിൽ ED വട്ടമിട്ട് പറക്കുന്നു. എന്നിട്ടും നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു, ഇവിടുത്തെ മാധ്യമങ്ങൾ വേട്ടയാടിയില്ലേ മുഖ്യമന്ത്രി പിണറായി വിജയനെ? എന്നിട്ടും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതേ പിണറായി വിജയൻ ഇതാ 2ാം തവണയും അധികാരത്തിൽ വന്നു എന്ന് പറഞ്ഞു. 2021 മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ആ കരുതലിന് തന്നെയാണ് ജനങ്ങൾ വോട്ട് ചെയ്തത്. പക്ഷേ ഇപ്പോഴോ? മകൾക്കെതിരായ മാസപ്പടി വിവാദത്തിൽ മൗനം പാലിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനെ ജനങ്ങളിതാ തിരസ്കരിച്ചു തുടങ്ങി.
CPIയുടെ ദേശീയ നിർവാഹക സമിതി യോഗത്തിൽ കേരള ഘടകം റിപ്പോർട്ട് ചെയ്തു. കേരളത്തിൽ നിരാശാജനകമായ പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്, വളരെ പ്രവർത്തനം മോശമായ സാഹചര്യത്തിൽ മുന്നോട്ട് പോകുന്നുവെന്ന് CPI ആണ് പറഞ്ഞത്. CPIയുടെ കേരള ഘടകമാണ് റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ മകൾക്കെതിരായ മാസപ്പടി വിവാദത്തിൽ മൗനം പാലിച്ച മുഖ്യമന്ത്രിയെ ജനങ്ങൾ തിരസ്കരിച്ചു തുടങ്ങി. മണിപ്പൂരിൽ മൗനം പാലിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ജനങ്ങൾ തിരസ്കരിച്ചു തുടങ്ങി. അവിടെയാണ് ഈ രാഹുലിൻ്റെ പ്രസക്തിയെ നമ്മൾ കാണേണ്ടത്. ഇപ്പോൾ ജനങ്ങൾ ഒരു ജനങ്ങളോട് ലളിതമായ ഭാഷയിൽ സംവദിക്കുന്ന നേതാക്കളെയാണ് അവരെല്ലാ കാലത്തും ഇഷ്ടപ്പെടുന്നത്. ഞാൻ മുമ്പൊരു ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ മൈക്ക് ഓപ്പറേറ്ററെ നോക്കി ക്രൂബ്ധനാകുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനേക്കാൾ നമ്മുടെ മൈക്ക് താഴെ പോയാലും കുഴപ്പമില്ല എന്ന് സ്നേഹത്തോടു കൂടി ചിരിച്ചുകൊണ്ട് മൈക്ക് ഓപ്പറേറ്ററോട് പറയുന്ന ഷാഫി പറമ്പിലിനെയാണ് ജനങ്ങൾക്കിഷ്ടം. ആ രീതിയിലാണ് ജനങ്ങൾ എപ്പോഴും ഈ ഭരണാധികാരികളെ സമീപിക്കുന്നത്. ഇപ്പോൾ രാഹുലിൻ്റെ കാര്യം നോക്കൂ. രാഹുലിനെ എപ്പോഴും നമ്മൾ കാണുന്നത് സോണിയാഗാന്ധിക്ക് മുന്നിൽ അനുസരണയോടുകൂടി ഒതുങ്ങുന്ന ഒരു മകനായി നമുക്ക് രാഹുലിനെ കാണാം. പ്രിയങ്ക ഗാന്ധിക്ക് മുന്നിൽ അനുസരണയോടുകൂടി സ്നേഹത്തോടുകൂടി ചുരുങ്ങുന്ന സഹോദരനായി നമുക്ക് രാഹുലിനെ കാണാം. രാഹുലിനൊരു കമാൻഡിങ് പവർ ഒന്നും ഇല്ല. രാഹുലിനെ അമൂൽ ബേബി, പപ്പു എന്നൊക്കെ ഇടക്കാലത്ത് BJP-കാരൊക്കെ പരിഹസിച്ചിരുന്നല്ലോ. അയാൾ അങ്ങനെയാണ്. അയാളുടെ ഉള്ളിൽ ഇപ്പോഴും ഒരു കുട്ടിത്തമുണ്ട്. ആ കുട്ടിത്തവും ആ കുറുമ്പും ആ ചിരിയും ഒക്കെ ആളുകൾക്കിഷ്ടമാണ്. അയാൾ നടന്നാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന് അസാമാന്യമായ ഒരു കുതിപ്പ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ സാധിച്ചത്. അപ്പോൾ ആ രീതിയിലുള്ള രാഹുലിനെയാണ് ജനങ്ങൾക്കിഷ്ടം. ഇപ്പോൾ അയാൾ വരുമ്പോൾ 10,000-കണക്കിന് ആളുകൾ ഭയന്ന് വിറച്ചുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കില്ല. അയാൾ വരുമ്പോൾ ആരുടെയും മുട്ടെടുക്കില്ല. പക്ഷേ ആ മനുഷ്യനെ കാണാൻ വേണ്ടിയാണ് 2 ലക്ഷം പേർക്ക് മാത്രം ഒതുങ്ങി നിൽക്കാൻ സാധിക്കുന്ന ഒരു മൈതാനത്തേക്ക് 3 ലക്ഷം പേർ ഇരച്ചെത്തുകയും രാഹുലിന് സംസാരിക്കാൻ പോലും പറ്റാതെ വേദി വിടുകയും ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ഈ രാഷ്ട്രീയമാണ് ജനങ്ങൾക്കിഷ്ടം. അവിടെ ധാർഷ്ട്യം കലർന്ന രാഷ്ട്രീയത്തിന് പ്രസക്തിയില്ല. അവിടെ ചോദ്യങ്ങളോട് മുഖം തിരിക്കുന്ന, അല്ലെങ്കിൽ വിവാദങ്ങൾ ഉയരുമ്പോൾ അതിനോട് മൗനം പാലിക്കുന്ന രാഷ്ട്രീയത്തോട് ജനങ്ങൾക്ക് താല്പര്യമില്ല. ആ രാഷ്ട്രീയത്തെ ജനങ്ങൾ വെറുത്തു തുടങ്ങി. അതാണ് രാഹുലിൻ്റെ പ്രസക്തി. അതുകൊണ്ടാണ് രാഹുൽ ഇന്ന് കൽപ്പറ്റയിൽ വയനാടോ റായ്ബറേലിയോ നിങ്ങൾ അതേക്കുറിച്ച് ചിന്തിക്കുകയാകും എന്നെനിക്കറിയാം. പക്ഷേ വയനാടിനും റായ്ബറേലിക്കും ഒരുപോലെ സന്തോഷം നൽകുന്ന ഒരു തീരുമാനമുണ്ടാകും എന്ന് പറയുമ്പോൾ ആൾക്കൂട്ടം കൈയടിക്കുന്നത് രാഹുലിന് പകരം ഒരുപക്ഷെ അവിടെ പ്രിയങ്ക വരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് അമൽ. ഒരുപക്ഷെ രാഹുൽ നിലനിർത്തുന്ന ഈ ആവേശം, ഇതേ ഗ്രാഫ് തുടർന്നും നിലനിർത്താൻ പ്രിയങ്കയ്ക്ക് മാത്രമേ സാധിക്കൂ. കാരണം അവർ തമ്മിലുള്ള ബന്ധവും ആഴമേറിയതാണ്. റായ്ബറേലിക്ക് സമാനമായ രീതിയിൽ ഒരു ഗാന്ധി കുടുംബത്തിൻ്റെ സ്വന്തം മണ്ഡലമായി വയനാട് മാറണം എന്ന് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും വയനാട്ടുകാരും ആഗ്രഹിക്കുന്നുണ്ടാകാം. അങ്ങനെയാണെങ്കിൽ ആ തരംഗം 2019 രാഹുൽ മത്സരിക്കുമ്പോൾ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളൊരു ഇമ്പാക്റ്റ്, ഒരു രാഹുൽ തരംഗം അതേ രീതിയിൽ തുടർന്നും ഉണ്ടാകണമെങ്കിൽ ഇനി ഉപതെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്നു. അതുണ്ടാകണം എങ്കിൽ പ്രിയങ്കയാണ് ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. രാഹുൽ ഇന്ന് പറഞ്ഞ ആ സന്തോഷം, 2 മണ്ഡലങ്ങൾക്കും സന്തോഷകരമായ ഒരു തീരുമാനം ഞാൻ എടുക്കും എന്ന് രാഹുൽ പറഞ്ഞതിൻ്റെ അർത്ഥം ആ സന്തോഷം ഒരുപക്ഷെ പ്രിയങ്ക തന്നെ ആയിരിക്കാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കാനാണ് ഞാൻ തുടക്കത്തിൽ ഇഷ്ടപ്പെടുന്നത്. സുബിഷ്, എന്തായാലും ഈ വയനാട് മാത്രമല്ല 2 സ്ഥലങ്ങളിൽ കൂടി ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. 2 നിയമസഭാ മണ്ഡലങ്ങളിൽ, പാലക്കാടും ചേലക്കരയും. ഈ പാലക്കാടിൻ്റെ ഒരു പ്രത്യേകത, അവിടെ BJP വലിയ ആത്മവിശ്വാസത്തിൽ നിൽക്കുകയാണ്. ഷാഫി അവിടെ നിന്ന് വടകരയിലേക്ക് മത്സരിക്കുവാൻ പോയപ്പോൾ തന്നെ അവിടെ BJPയെ സംബന്ധിച്ചിടത്തോളം BJP ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ വിജയം ഉറപ്പിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിൽ. കാരണം കഴിഞ്ഞ തവണ അവർ 2ാമത്തെത്തിയ സ്ഥലമാണ്. വളരെ നേരിയ ഭൂരിപക്ഷത്തിന്, ഏതാണ്ട് 3000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഷാഫി പറമ്പിൽ അന്ന് ജയിച്ചത്. അങ്ങനെ BJP ഒരുപക്ഷെ നിയമസഭയിലേക്ക് വീണ്ടും അക്കൗണ്ട് തുറക്കുന്ന ഒരു സാഹചര്യം ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നുള്ള ഒരു കാര്യം നിലനിൽക്കെ അവിടെ ഈ BJPയുടെ ഈ ഭീഷണിയെ മറികടക്കാൻ കൂടി ഒരുപക്ഷെ പ്രിയങ്കയുടെ വരവ് കോൺഗ്രസിനെ സഹായിക്കില്ലേ? ഇപ്പോൾ വയനാട് ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ച് ഇപ്പോൾ കോൺഗ്രസിന് വലിയ ആശങ്കയൊന്നുമില്ല. ഇനിയിപ്പോൾ പ്രിയങ്ക അല്ലെങ്കിൽ തന്നെയും ഇപ്പോൾ കേരളത്തിലെ തന്നെ ഏതെങ്കിലും തലയെടുപ്പുള്ള ഒരു കോൺഗ്രസ് നേതാവ് കെ മുരളീധരനെ പോലെയുള്ള ഒരാൾ ആണ് മത്സരിക്കുന്നത് എങ്കിൽ വയനാടിനെ സംബന്ധിച്ച് കോൺഗ്രസിനോ UDFനോ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും നിലവിലുള്ള രാഷ്ട്രീയ കാലാവസ്ഥയിൽ കേരളത്തിൽ ഇല്ല. ഇപ്പോൾ വയനാടിനെ സംബന്ധിച്ച് 2009 MI ഷാനവാസിൻ്റെ ഭൂരിപക്ഷം 1,53,439 വോട്ട് ആയിരുന്നു. അപ്പോൾ എല്ലാ കാലത്തും അങ്ങനെ ഉയർന്ന ഭൂരിപക്ഷം നൽകിയിട്ടുണ്ടോ വയനാട് ലോക്സഭാ മണ്ഡലം UDFന് കോൺഗ്രസിന് എന്ന് ചോദിച്ചാൽ ഇല്ല.
സത്യൻ മൊകേരിയായിരുന്നു 2014 എം ഐ ഷാനവാസിനെ നേരിട്ടത്. അന്ന് ഈ 2009 1,53,439 എന്ന കനത്ത ഭൂരിപക്ഷം സത്യൻ മൊകേരി മത്സരിച്ച 2014 20,870 കൂപ്പുകുത്തി. എം ഐ ഷാനവാസിന്റെ ഭൂരിപക്ഷം 20,870 മാത്രമായിരുന്നു 2014. ആ ഭൂരിപക്ഷമാണ് 2019 രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോൾ 4,31,770 ഉയർന്നത്. പക്ഷേ 2024 ആനിരാജ മത്സരിക്കാൻ വന്നപ്പോൾ ഭൂരിപക്ഷം വീണ്ടും കുറഞ്ഞു. 4,31,770 എന്ന 2019 രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം 2024 വരുമ്പോൾ 3,64,422 കുറഞ്ഞു. അപ്പോൾ ഞാൻ പറയുന്നത്, ആരാണോ അപ്പുറത്തുള്ളത്? സത്യൻ മൊകേരി മത്സരിച്ചപ്പോൾ 2014 1.5 ലക്ഷത്തോളം വരുന്ന ഭൂരിപക്ഷം വെറും 20,000 ചുരുങ്ങിയെങ്കിൽ 2019 രാഹുലിൻ്റെ ഭൂരിപക്ഷം 4 ലക്ഷത്തിലധികം എന്നത് 2024 ആനിരാജ മത്സരിക്കുമ്പോൾ 3 ലക്ഷത്തിലധികം മാത്രമായി ചുരുങ്ങിയെങ്കിൽ വയനാട് അങ്ങനെ UDF മാത്രം ഉയർന്ന ഭൂരിപക്ഷം നൽകുന്ന ഒരു മണ്ഡലമൊന്നുമല്ല. പക്ഷേ പ്രിയങ്കയാണ് വരുന്നത് എങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ആശങ്കയില്ല. കെ മുരളീധരനാണ് മത്സരിക്കുന്നത് എങ്കിലും അവിടെ ആശങ്കയില്ല. ഇപ്പോൾ UDF ബാനറിൽ അല്ലാതെ കോൺഗ്രസിന്റെ ടിക്കറ്റിൽ അല്ലാതെ NCPയിൽ നിന്നുകൊണ്ട് കെ മുരളീധരൻ മത്സരിച്ച സമയത്ത് 1 ലക്ഷത്തോളം വോട്ടുകൾ കെ മുരളീധരനും വയനാട് ലോക്സഭാ മണ്ഡലം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ അതാണ് വയനാടിൻ്റെ കാര്യം. പക്ഷേ ഈ പാലക്കാട് അങ്ങനെയല്ല. പാലക്കാട് BJPയെ വളരെ ഗൗരവമായിട്ട് അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും പാലക്കാട് നിയോജക മണ്ഡലത്തിൽ 2ാം സ്ഥാനത്ത് വന്നത് BJPയാണ്. ആവേശകരമായ വോട്ടെണ്ണലിൻ്റെ പല ഘട്ടങ്ങളിലും ശ്രീധരനാണ് പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ലീഡ് ചെയ്തത്. ഏറ്റവും ഒടുവിലാണ് ഷാഫി പറമ്പിൽ മറികടന്ന് മുന്നോട്ടെത്തിയതും ഷാഫി പറമ്പിലിനെ വിജയിയായി പ്രഖ്യാപിക്കുന്നതും. അത്രയും ആവേശകരമായ ഒരു ഇഞ്ചോടിഞ്ച് ഫൈറ്റ് നിലനിർത്താൻ BJPക്ക് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 തവണയും 2ാം സ്ഥാനത്ത് വന്നത് BJPയാണ്. മാത്രമല്ല പാലക്കാട് നഗരസഭയിൽ തുടർച്ചയായി 2 തവണയും അധികാരത്തിൽ വന്നത് BJPയാണ്. BJP ഇപ്പോൾ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പലതവണ പറഞ്ഞതുപോലെ RSSന്റെയും BJPയുടെയും കേന്ദ്ര സംഘടനാ സംവിധാനം അടക്കം പാലക്കാട് മണ്ഡലത്തിൽ കേന്ദ്രീകരിക്കപ്പെടും. പ്രത്യേകിച്ച് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ BJPയുടെ സുരേഷ് ഗോപിയുടെ ഒരു അത്ഭുതകരമായ വിജയത്തിന് ശേഷം ആ തരംഗം പാലക്കാടും ആ ഒരു ഇമ്പാക്റ്റ് പാലക്കാടും ഉണ്ടാകും എന്നുറപ്പാണ്. വലിയ ആവേശത്തിലാണ് BJP പ്രവർത്തകർ. സ്വാഭാവികമായും C കൃഷ്ണകുമാറിനെ പോലൊരാൾ അവിടെ സ്ഥാനാർത്ഥിയായി വരികയാണെങ്കിൽ BJPക്ക് വലിയ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വയനാട്ടിൽ പ്രിയങ്ക വന്നാൽ ആ ഒരു ആനുകൂല്യം, വയനാട്ടിൽ രാഹുൽ മത്സരിച്ചപ്പോൾ കേരളം മുഴുവൻ അലയടിച്ച ഒരു രാഹുൽ ഇമ്പാക്റ്റ് ഉണ്ടല്ലോ, അതിന് സമാനമായ ഒരു തരംഗം കേരളത്തിൽ ഉണ്ടാകും എന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. അത് പാലക്കാട് ഒരുപക്ഷെ തുണച്ചേക്കാം. ചേലക്കര പക്ഷേ ഇടതുപക്ഷത്തിനും സാധ്യതയുള്ള മണ്ഡലമാണ്. ഇപ്പോൾ 2024 നമ്മളെപ്പോഴും പറയുമ്പോൾ ഈ 2024 എന്ന് പറയുമെങ്കിലും പക്ഷേ ഇപ്പോൾ തൊട്ട് പിന്നിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മന്ത്രിമാർ പ്രതിനിധീകരിക്കുന്ന മണ്ഡലങ്ങളിൽ ഇപ്പോൾ 15 LDF മന്ത്രിമാരുടെ 15 മന്ത്രിമാരുടെ മണ്ഡലങ്ങളിൽ UDF ആണ് മുന്നിൽ വന്നത്. മുഖ്യമന്ത്രി അടക്കം 3 പേരുടെ മണ്ഡലങ്ങളിൽ മാത്രമാണ് LDFന് മുന്നിലെത്താൻ സാധിച്ചത്. മുഖ്യമന്ത്രിയുടെ ധർമ്മടം, മറ്റൊന്ന് ചേലക്കരയിലാണ്. കെ രാധാകൃഷ്ണൻ പ്രതിനിധീകരിക്കുന്ന ചേലക്കര മണ്ഡലത്തിൽ മാത്രമാണ് പിന്നീട് LDFന് ലീഡ് നേടാൻ കഴിഞ്ഞത്. 3ാമത്തെ മണ്ഡലം കൊട്ടാരക്കരയാണ് KN ബാലഗോപാലിൻ്റെ. അപ്പോൾ ചേലക്കരയിൽ ഇടതുപക്ഷത്തിന് കൂടി സാധ്യതയുള്ള ഒരു മണ്ഡലമാണ്. പക്ഷേ പാലക്കാട് അങ്ങനെയല്ല. പാലക്കാട് എന്തും സംഭവിക്കാവുന്നൊരവസ്ഥയാണ്. അപ്പോൾ വയനാട്ടിൽ പ്രിയങ്ക വന്നാൽ സ്വാഭാവികമായും അതിൻ്റെ ഒരു തരംഗം പാലക്കാടും ഉണ്ടാകും എന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. എന്തുകൊണ്ടും ഉചിതം പ്രിയങ്കയാണ്. അങ്ങനെ പ്രിയങ്ക സ്ഥാനാർത്ഥിയായി വരികയാണെങ്കിൽ വയനാട്ടിൽ പ്രിയങ്ക മത്സരിക്കുന്നു. അങ്ങനെ കോൺഗ്രസിന്റെ UDFന്റെ താരപ്രചാരക സ്വാഭാവികമായിട്ടും പ്രിയങ്ക ഗാന്ധി തന്നെയായിരിക്കും. മറുവശത്ത് പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ BJPയെ നയിക്കുക മറ്റാരുമായിരിക്കില്ല, സുരേഷ് ഗോപി തന്നെയായിരിക്കും. അങ്ങനെ 2 വലിയ താരപ്രചാരകർ UDFനും BJPക്കും വേണ്ടി അവരെ മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പായിരിക്കും നടക്കാൻ പോകുക. പക്ഷേ അവിടെ CPMനെ സംബന്ധിച്ചിടത്തോളം, LDFനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഉൾപ്പെടെ അവരുടെ പാർട്ടിയെയും മുന്നണിയെയും ഒക്കെ മുന്നിൽ നിന്ന് നയിച്ച മുഖ്യമന്ത്രിക്കെതിരെ വലിയ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നു. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യത്തിനും അദ്ദേഹത്തിൻ്റെ താൻപൊരുമയ്ക്കും എതിരായിട്ട് വലിയ ജനവികാരം നിലനിൽക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഒരു വശത്ത് കോൺഗ്രസിനും വലിയ എഡ്ജുണ്ട്, ഇപ്പുറത്ത്
BJPക്കും വലിയ നേട്ടം സമ്മാനിച്ച ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അവിടെ പ്രിയങ്കയും സുരേഷ് ഗോപിയും വരുന്നു. അവിടെ പക്ഷേ CPMന്റെ നില കൂടുതൽ പരിങ്ങലാവില്ലേ? തീർച്ചയായിട്ടും ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണത്തിലും ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രൂക്ഷമായി ആക്രമിച്ചത് പല ഘട്ടങ്ങളിലെയും രാഹുലിനെയാണ്. ഇപ്പോൾ പ്രിയങ്കയാണ് വയനാട്ടിൽ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് എന്ന് വിചാരിക്കുക. അപ്പോഴും രാഹുലിന് അവിടെ ഒരു എൻട്രി ഉണ്ട്. പ്രിയങ്ക മത്സരിക്കുകയാണെങ്കിലും അത് രാഹുലിൻ്റെ മണ്ഡലമാണ്. രാഹുൽ അവിടെ താരപ്രചാരകൻ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ BJPക്കാർ പല ഘട്ടങ്ങളിലും പരിഹസിച്ചിട്ടുണ്ട്, പപ്പു അങ്ങനെ അമൂൽ ബേബി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷെ ആ രാഹുലല്ല ഇപ്പോഴത്തെ രാഹുൽ എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇപ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യമുണ്ടാക്കിയ അത്ഭുതകരമായ മുന്നേറ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് അമൽ, അത് രാഹുൽ ഗാന്ധി നയിച്ച ഭാരത് ജോഡോ യാത്രയും രാഹുൽ ഗാന്ധി പിന്നീട് നയിച്ച ഭാരത് ജോഡോ ന്യായ് യാത്രയും തന്നെയാണ്. ഭാരത് ജോഡോ യാത്രയുടെ കാര്യം തന്നെ എടുക്കാം. 4000 കിലോമീറ്ററാണ് രാഹുൽ ഗാന്ധി സഞ്ചരിച്ചത്. 12 സംസ്ഥാനങ്ങളിലെ 71 ലോക്സഭാ മണ്ഡലങ്ങളിലൂടെയാണ് ഭാരത് ജോഡോ യാത്ര കടന്നുപോയത്. ഭാരത് ജോഡോ യാത്ര കടന്നുപോയ 41 മണ്ഡലങ്ങളിൽ ഇന്ത്യ സഖ്യം വിജയിച്ചു. അത് രാഹുലിൻ്റെ മിടുക്കാണ്. പഴയ രാഹുൽ അല്ല, പുതിയ രാഹുൽ. ഇനി ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ ഈ യാത്രയുടെ 2ാം ഘട്ടത്തിലേക്ക് വന്നാൽ ജനുവരി 14 ആരംഭിച്ച് മാർച്ച് 16 വരെ നീണ്ട ഭാരത് ജോഡോ ന്യായ് യാത്ര 6713 കിലോമീറ്ററാണ് സഞ്ചരിച്ചത്. 82 ലോക്സഭാ മണ്ഡലങ്ങളിലൂടെയാണ് ഭാരത് ജോഡോ ന്യായ് യാത്ര കടന്നുപോയത്. അവിടെയും അതുണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടാണ്. ഇപ്പോൾ ഉത്തർപ്രദേശിൻ്റെ കാര്യം മാത്രം എടുക്കൂ. ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവ് എന്ന് പറയുന്ന ഒരു യാകാശമുണ്ട്. അഖിലേഷ് യാദവ് നേടിയ അസാമാന്യമായ കുതിപ്പിൻ്റെ പ്രേരണയും പ്രചോദനവും പല ഘട്ടങ്ങളിലും രാഹുൽ കൂടിയാണ്. UPയിൽ എന്താ സംഭവിച്ചത്? 2019 BJPക്ക് 80-ൽ 62 സീറ്റ് ഉണ്ടായിരുന്ന ഉത്തർപ്രദേശിൽ ഈ 62 33ആയി കൂപ്പുകുത്തി BJPയുടെ ഗ്രാഫ്. 2014 72 സീറ്റായിരുന്നു BJPക്ക്, 2019 62 സീറ്റ്. 2024 വോട്ടെണ്ണൽ പൂർത്തീകരിച്ചപ്പോൾ BJPക്ക് കിട്ടിയത് വെറും 33 സീറ്റാണ്. അവിടെ SPക്ക് 5 സീറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അവരുടെ സീറ്റ് എണ്ണം 37ആയി ഉയർന്നു. കോൺഗ്രസിന് ഒറ്റ സീറ്റാണ് ഉണ്ടായിരുന്നത്, റായ്ബറേലി മാത്രം. 2019 രാഹുൽ വിജയിച്ച റായ്ബറേലി മാത്രമാണ് കോൺഗ്രസിൻ്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇത്തവണ 6 സീറ്റാണ് കോൺഗ്രസിന് ഉത്തർപ്രദേശിൽ മാത്രം കിട്ടിയത്. രാജസ്ഥാനിലേക്ക് വരാം, ഒരൊറ്റ സീറ്റാണ് കോൺഗ്രസിന് ഉണ്ടായിരുന്നത്. ഇത്തവണ 8 സീറ്റാണ് കോൺഗ്രസിന് കിട്ടിയത്. ഗുജറാത്തിൽ അക്കൗണ്ട് തുറന്നു. ഗുജറാത്തിൽ 26 സീറ്റിൽ 26 സീറ്റും BJPക്കായിരുന്നു. പക്ഷേ ഇത്തവണ കോൺഗ്രസിന് അവിടെ അക്കൗണ്ട് തുറക്കാൻ സാധിച്ചു. ഇനി ഹരിയാനയിലേക്ക് വന്നാൽ 2014-ലും 2019-ലും ആകെയുള്ള 10 സീറ്റിൽ 10ഉം BJPക്കാണ് കിട്ടിയത്. ഇത്തവണ അവിടെ 5 സീറ്റ് കോൺഗ്രസ്സുകാർ കൊണ്ടുപോയി. ഈ ആന്ധ്ര ഒഴികെ ഇപ്പോൾ കർണാടകത്തിലും തെലങ്കാനയിലും പ്രതീക്ഷിച്ചത്ര നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവിടെ വലിയൊരു കുതിപ്പ് കാഴ്ചവെക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിഞ്ഞു. 2ഇടത്തും ഭരിക്കുന്ന കോൺഗ്രസ് ആണ്. അപ്പോൾ ഈ 2 യാത്രകൾ, വിജയകരമായ 2 തേരോട്ടങ്ങൾ, ഇതിൻ്റെ ഒരു അത്ഭുതകരമായ റിസൾട്ട് ഉണ്ടാക്കാൻ രാഹുലിന് കഴിഞ്ഞിട്ടുണ്ട്, കോൺഗ്രസ് പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും വയനാട്ടിൽ പ്രിയങ്കയാണ് സ്ഥാനാർത്ഥിയെങ്കിലും അവിടുത്തെ ഒരു താരപ്രചാരകൻ എന്ന് പറയുന്നത് രാഹുൽ തന്നെയായിരിക്കും. അപ്പോഴും 2019-ൽ രാഹുൽ മത്സരിച്ചപ്പോഴുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷം, ഒരു രാഷ്ട്രീയ കാലാവസ്ഥ കേരളത്തിൽ അലയടിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും രാഹുലിന് പകരം പ്രിയങ്ക വയനാട്ടിൽ മത്സരിക്കാനെത്തുമോ? അങ്ങനെ വന്നാൽ തന്നെ രാഹുൽ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് അതേപടി നിലനിർത്താൻ പ്രിയങ്കയ്ക്കാവുമോ എന്നെല്ലാം വരും ദിവസങ്ങളിൽ കണ്ടറിയാം.